मेरे प्यारे बच्चों, आप सबको मैं സഹാര ഓൺലൈൻ ക്ലാസ് में സ്വാഗത് करती हूँ. ടീച്ചറുടെ എല്ലാ മക്കളെയും ടീച്ചർ സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ 10th സ്റ്റാൻഡേർഡിലെ മക്കൾക്കുള്ള ക്ലാസ്സുമായിട്ടാണ് ടീച്ചർ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാം ഇക്കായി 1 യൂണിറ്റ് 1ലെ ഫസ്റ്റ് ലെസണായ ബീർ ബഹൂട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ ഗതിവിധിയ യാനി ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കതിലെ ആക്ടിവിറ്റീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ ഗതിവിധി, ഈ ആക്ടിവിറ്റീസ് നിങ്ങൾ തന്നെ പരമാവധി നിങ്ങൾ സ്വയം എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് അതിന് ശേഷം ടീച്ചറിൻ്റെ നോട്ട്സൊക്കെ നോക്കി ഒന്ന് കറക്ഷനൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഭാഷാ പ്രാവീണ്യം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നതിന് മുമ്പ് ടീച്ചർ എന്നും പറയാറുള്ളത് പോലെ ഒന്നുകൂടി പറയുകയാണ്. മക്കളെ, ടീച്ചറിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ സപ്പോർട്ടിലൂടെയാണ് ടീച്ചർ മുന്നോട്ട് നടക്കുന്നത്. അപ്പോൾ ടീച്ചർ നിങ്ങളുടെ സപ്പോർട്ടാണ്, അതുപോലെ ടീച്ചറിൻ്റെ സപ്പോർട്ടാണ് നിങ്ങളും. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ കാണുക. കണ്ട് നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ്സുകൾ ഷെയർ ചെയ്യാൻ മടിക്കരുത്. പിന്നെ പുതിയ മക്കൾ ആരെങ്കിലും തന്നെ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കണിൽ ടച്ച് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ 2-3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ക്ലാസ്സുകൾ വരുന്ന കറക്റ്റ് അതേ ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകൾ യഥാസമയം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പ് തയ്യാർ ഹേ? എല്ലാവരും റെഡിയാണോ? സ്റ്റാർട്ട് ചെയ്യാം. ശുരു കരേ. देखिए, നോക്കൂ മക്കളെ, നോട്ട്ബുക്കിൽ എപ്പോഴും എഴുതേണ്ടത് ആദ്യം ഇക്കായി 1, പിന്നെയോ ലെസൺ പാർട്ട് 1, പിന്നെ ലെസണിൻ്റെ പേരെഴുതണം ബീർ ബഹൂട്ടി അല്ലേ? പിന്നെ അതെന്താണെന്ന് കാണിക്കണം. എന്താണത്? ഒരു കഹാനിയാണ്. ഏത് പ്രവൃത്തിയാണത്? ഒരു കഹാനിയാണ്. ആ കഹാനി എഴുതിയ കഹാനിക്കാരനെ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ആരാണ്? പ്രഭാത് അല്ലേ? നാം പരിചയപ്പെട്ട് കഴിഞ്ഞു പ്രഭാതിൻ്റെ കഹാനിയായിരുന്നു. ഇനി നോക്കൂ മക്കളെ, അർത്ഥ് മീനിങ്സിലേക്കാണ് പോകുന്നത്. നാം പറഞ്ഞ വേർഡ്സ് തന്നെയാണ്, അതുകൊണ്ട് ടീച്ചർ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ. ടൽത്തേ സൂരജ്, ആ ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ യൂണിറ്റിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗത്ത് കൊടുത്തിട്ടുള്ള വേർഡാണ് ടൽത്തേ സൂരജ്, അസ്തമയ സൂര്യൻ, സെറ്റിംഗ് സൺ. ഉമ്മീദ് മാനെ പ്രതീക്ഷ, എക്സ്പെക്റ്റേഷൻ. ബീർ ബഹൂട്ടി മാനെ ലേഡി ബഗ്, ഇന്ദ്രകോപം. അഗല ശബ്ദ്, നെക്സ്റ്റ് വേർഡ് മൂങ്ഫലി, നിലക്കടല, പീനട്സ്. ഗീല, നനഞ്ഞ, വെറ്റ്. പത്ലേ മാനെ ഭാരമില്ലാത്ത, തിൻ. അടക്കിന, തങ്ങി നിൽക്കുക, ഗെറ്റ് സ്റ്റക്ക്. ഖുലി ഹുയി, അലിഞ്ഞിരുന്നു, ഡിസോൾവ്ഡ്. കസ്ബെ, കവല, ടൗൺ. സഡ്, നിയർ, അടുത്ത്. സുർക്ക്, ചുവപ്പ്, റെഡ്. മുലായം, മൃദുലം, സോഫ്റ്റ്. സ്യാഹി, മഷി, ഇങ്ക്. നസ്ദീക്ക്, അടുത്ത്, നിയർ. മാൽഗാഡി, ചരക്ക് വണ്ടി, ഫ്രൈറ്റ്. കുമാർ, കുശവൻ, പോട്ടർ. ചിടക്കിന, കുടയുക, സ്പ്രിങ്കിൾ. രാജകീയ കന്യാ പാഠശാല, ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ. ഡബായി ആംഗേം, നിറഞ്ഞ കണ്ണുകൾ, ചെറി ഐസ്. ടേട്ട് മാനെ 1.5, 1.5. ചിഠാന, കളിയാക്കുക, ടീസ്. ഇനി നമുക്ക് ഗതിവിധിയാം. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പഹലാ സവാൽ. എപ്പോഴും ടീച്ചർ കുറച്ച് ഹിന്ദു വേർഡ്സ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. അകലാ ശബ്ദം എന്ന് പറയുമ്പം അടുത്ത നെക്സ്റ്റ് വേർഡാണ്. പിന്നെ പഹലാ സവാൽ പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അത് അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ ക്ലാസ് എന്ത് വരും? ഒരു ഹിന്ദി വാതാവരണം വരും. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. ഹിന്ദി അറ്റ്മോസ്ഫിയറിൽ തന്നെ ആയിരിക്കണം നാം ഹിന്ദി ക്ലാസ് കൊണ്ടുപോകേണ്ടത്.
और पहला सवाल क्या है? बादल को देखकर खड़े को नहीं ठुलाना चाहिए, दुकानदार ने ऐसा क्यों कहा? നമുക്കറിയാം ദുക്കാൻദാർ എപ്പോഴാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അല്ലേ? എന്നാലും അത് ആൻസറിലൂടെ അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? മേഘത്തെ കണ്ടുകൊണ്ട് ആ കുടത്തിലെ വെള്ളം ഒഴുക്കി കളയാൻ ഒഴുക്കി കളയരുത് എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ അത് പറയാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? പെൻമേം സ്യാഹി ഫർവാനെ കെ ലിയെ സാഹിലിനെ പെൻമേ ബെജി സ്യാഹി കോ ജമീൻ പർ ചിടക് ദിയ. പെൻമേം പേനയിൽ, സ്യാഹി മഷി, ഫർവാനെ കേലിയെ നിറയ്ക്കുവാൻ വേണ്ടി, കേലിയെ വേണ്ടി, സാഹിൽ പെൻമേം പേനയിൽ, ബെജി അവശേഷിച്ചിരുന്ന, സ്യാഹി കോ മഷിയെ, ജമീൻ പർ തറയിൽ ഫ്ലോറിൽ, ചിടക് ദിയ കുടഞ്ഞു കളഞ്ഞു. ലേക്കിൻ ദുക്കാൻ സെ സ്യാഹി നഹി മിലി. എന്നാൽ കടയിൽ നിന്നും, ലേക്കിൻ ബട്ട് എന്നാൽ, ദുക്കാൻ സെ കടയിൽ നിന്നും, സ്യാഹി മഷി, നഹി മിലി കിട്ടിയില്ല. ഈസ് അവസർ പർ ഈ സമയത്ത്, ഇത് സംഭവം നടക്കുന്ന സമയം, ദുക്കാൻദാർ നെ ഐസാ കഹ, അതായത് ഇങ്ങനെ അവൻ ചെയ്ത അവസരത്തിലാണ് ഷോപ്പ് കീപ്പർ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ മക്കളെ, അപ്പോൾ പറഞ്ഞ സാഹചര്യം നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ ഇനി അടുത്ത എന്താണ് പറയുന്നത്? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇസ്കാ മത്ലബ് ഹേ കി, ഇതിന്റെ മീനിങ്, ഇതിന്റെ അർത്ഥം ഇതാണ്. കി ലെഫ്റ്റ് സൈഡിൽ ഈ ആണ്. എന്തെന്നാൽ, എന്താണ് അർത്ഥം? കോയി ചീസ് മിൽനെ കി ഉമ്മീദ് മേ, ഏതെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ, അപ്പിനെ പാസ് കി ചീസ് കോ, നമ്മുടെ കയ്യിലുള്ള സാധനം, ചോടന ഉചിത് നഹീം ഹെ, അപ്പൊ നമുക്കൊരു സാധനം, നാളെ ഒരു സാധനം കിട്ടും എന്ന് കരുതി ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം ഒരിക്കലും നാം വലിച്ചെറിഞ്ഞു കളയരുത് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ദൂസരാ സവാൽ ദേഖിയേ. ജബ് വഹ് ഉസ്കെ പാസ് ആകർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി ക്യോം. ജബ് വഹ് എപ്പോഴാണോ അവൻ അല്ലെങ്കിൽ അവൾ, ഉസ്കെ പാസ് അവന്റെ അടുത്ത് ചെന്നിരുന്നത്, ബൈഠിയിരുന്നത്, ഉസ്സെ അവനെ, നസർ നഹി മിലായി അവനെ നോക്കാൻ സാധിച്ചില്ല. ക്യോ കാരണം എന്ത്? നോക്കൂ മക്കളെ, അതിന്റെ ആൻസർ, ഏക് ദിൻ സുരേന്ദർ മാസ്റ്റർ ജി ബേല പർ കോബ് ഹോക്കർ ഉസ്കെ ബാൽ പകട. ഒരു ദിവസം സുരേന്ദർ മാസ്റ്റർ ജി എന്ത് ചെയ്തു? ബേലയോട് ദേഷ്യപ്പെട്ടുകൊണ്ട്, കോബ് ഹോക്കർ ദേഷ്യപ്പെട്ടുകൊണ്ട്, ഉസ്കെ ബാൽ അവളുടെ തലമുടിയിൽ, പകട പിടിച്ചു. സാഹിൽ കെ സാമനെ സാഹിലിന്റെ മുന്നിൽ, ഐസാ ഹോനെ പർ ഇങ്ങനെ സംഭവിച്ചത്, സാഹിലിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ സംഭവിച്ചതിൽ, ബേല ബഹുത്ത് ദുഃഖി ഹുയി, ബേല വളരെ അധികം ദുഃഖിച്ചു. ഉസേ ഖുദ് കോ ശർമിന്ദ മഹ്സൂസ് കർ രഹി ഥി, ഉസേ അവൾക്ക്, ഖുദ് മാനെ സ്വയം, അവൾക്ക് അവളോട് തന്നെ, ശർമിന്ദ ഷെയിം എന്ത് ചെയ്തു? മഹസൂസ് കർ രഹി ഥി അനുഭവപ്പെട്ടു. ക്യോങ്കി എന്തുകൊണ്ടാണ് അവൾക്ക് ഷെയിം തോന്നിയത്? അതിന് കാരണം, വ സാഹിൽ കി നസർ മേ ബഹുത് അച്ചി ഹെ, കാരണം സാഹിലിന്റെ കാഴ്ചപ്പാടിൽ അവൾ വളരെ നല്ല കുട്ടിയാണ്. ഇസ്ലിയെ ബേല സാഹിൽ സെ നസർ നഹി മിലാ പായി, അപ്പോൾ സാഹിലിന്റെ മുന്നിൽ അവൾ നല്ല കുട്ടിയാണ്, അപ്പോൾ അവന്റെ മുന്നിലുള്ള അവളുടെ ഒരു ഇമേജ് നഷ്ടപ്പെടും എന്ന് കരുതിയാണ് കുട്ടിക്ക് സാഹിലിന്റെ നേരെ നോക്കാൻ സാധിക്കാത്തത്. അതായിരുന്നു ഇങ്ങനെയുള്ള ഈ ഒരു സന്ദർഭം. ഓക്കെ, അപ്പൊ തീസരാ സവാൽ ക്യാ ഹേ? തീസരാ മാനെ തേർഡ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ? इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसका मतलब क्या है? നോക്കൂ മക്കളെ, ഇൻ ബച്ചോം കോ ഈ കുട്ടികളെ, അപ്പിനെ ചാരോ ഓർ തൻ്റെ ചുറ്റിനും, ഖേൽത്തെ ദേക്കർ കളിക്കുന്നത് കണ്ടിട്ട്, ഗാന്ധിജി കി മൂർത്തി ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക്,
ഐസി ദിഖായി പെടുത്തി, ഇങ്ങനെ കാണപ്പെട്ടു, ജയ്സെ എങ്ങനെ, ഓർ സമയസെ കുച്ച് അധിക മുസ്കരാ രഹി ഹെ, ഇതുവരെ ഉണ്ടായിരുന്നതിലും കൂടുതൽ അധികം മുസ്കരാ രഹി ഹെ, ചിരിക്കുന്നതായി. അപ്പൊ ഇതുവരെ ഗാന്ധിജിയുടെ പ്രതിമ ചിരിച്ചുകൊണ്ടാണ് ഇരുന്നത്, പക്ഷെ ഇപ്പൊ ഈ കളി കണ്ടപ്പോൾ ആ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ചിരിക്കുന്നതായി തോന്നി. ഇസ്കാ മത്ലബ് ക്യാ ഹെ, ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. മഹാത്മാഗാന്ധി ഹമാരേ രാഷ്ട്രപിതാ ഹെ, അല്ലേ? നമ്മൾ ആദ്യം മഹാത്മാഗാന്ധി ആരാണെന്ന് നാം തീർച്ചയായിട്ടും പറയണം, കാരണം മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഉനോനെ ബച്ചോം കോ ബഹുത് പ്യാർ കർത്തേ ഥേ, അദ്ദേഹം കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഖുഷി കെ സാത്ത് ഖേൽത്തെ ബച്ചോം കോ ദേഖ്കർ, വളരെ ഇവിടെ കുട്ടികൾ കളിക്കുന്നത് കരഞ്ഞുകൊണ്ടല്ല, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്, അല്ലേ? സന്തോഷത്തോടു കൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കണ്ടിട്ട് ഗാന്ധിജി കി മൂർത്തി ബഹുത് പ്രസന്ന ഹോക്കർ അധിക് മുസ്കരാ രഹി ഹോഗി. അപ്പോ ഇത്രയും ഒന്നാമത് അദ്ദേഹത്തിന് കുട്ടികളോട് ഇഷ്ടം, ആ ഇഷ്ടമുള്ള കുട്ടികൾ വളരെയധികം സന്തോഷത്തോടുകൂടി കളിക്കുന്നത് കണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് ചിരി കുറച്ചധികം കൂടിയിട്ടുണ്ടോ എന്ന് തോന്നിയത്. ഇസ്കാ മത്ലബ് ഹേ കി ബച്ചോം കി ഖുഷി സബ്കെ മൻ കോ പാത്താ ഹെ, ഇതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, എന്താണ്? കുട്ടികളുടെ സന്തോഷം അതാണ് എല്ലാവരുടെയും മനസ്സ് നിറയ്ക്കുന്നത്, അവരുടെ മനസ്സിനെ കൂടുതൽ ആകർഷണീയത ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴും എന്ത് ദുഃഖവും കുട്ടികളുടെ കളി കാണുമ്പോൾ വലിയ മുതിർന്നവരെല്ലാവരും തങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മറക്കാറുണ്ട്, അല്ലേ? ചിലപ്പോൾ അമ്മയ്ക്കോ അച്ഛനോ ഒത്തിരി ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കൊഞ്ചലും കളികളും ഒക്കെ കാണുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഉള്ളിലെ എല്ലാ ദുഃഖങ്ങളും മറക്കുന്നു. അപ്പോൾ നോക്കൂ മക്കളെ, ഇവിടെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ടെൻഷൻ ഒന്നും വേണ്ട, അത് ടീച്ചർ 2 പേജിലായിട്ട് എഴുതിയിരുന്ന ഫോട്ടോ വന്നതുകൊണ്ട് ഒരു ഗ്യാപ്പ് വന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നോട്ട്സിൽ എഴുതിക്കൊള്ളണം കേട്ടോ. അപ്പോൾ 14 സവാൽ ക്യാ ഹേ, 4th ക്വസ്റ്റ്യൻ നോക്കൂ. യഹ് ബാരിശോം സേ പഹലെ കി ബാരിഷ് കാ ഏക് ദിൻ ഥാ, യഹ് ഇത് ബാരിശോം സേ പഹലെ മഴക്കാലത്തിന് മുമ്പലത്തെ, ബാരിഷ് കാ മഴക്കാലത്തിന് മുമ്പുള്ള ഒരു മഴയുള്ള ദിവസമായിരുന്നു, ഏക് ദിൻ ഥാ. കഹാനിക്ക് ഈസ് പ്രസംഗമേ, കഹാനിയുടെ ഈ ഒരു സിറ്റുവേഷനിൽ യഹ് കൈസേ സാർത്ഥക് ഹോത്താ ഹെ, ഇത് എത്രത്തോളം സാർത്ഥകമാകുന്നുണ്ട്, അല്ലേ? എത്രത്തോളം അവിടെ ഇത് യോജിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു സാഹചര്യം നാം കണ്ടതാണ്. ലാസ്റ്റ് ഭാഗത്തെ ഒരു സീനാണ്, അല്ലേ? ആ സീൻ ശരിക്കും നമ്മുടെ കഥാകാരൻ അത് അവതരിപ്പിച്ച രീതിയിൽ അത് വായിച്ചു കഴിയുമ്പോൾ എത്ര നാം ആ കഥയിലോട്ട് ഇൻവോൾവ് ആവണോ അത്രത്തോളം നമ്മുടെ കണ്ണിൽ പോലും ഒരു തുള്ളി കണ്ണുനീർ വന്നിരിക്കും. അപ്പോൾ ഈ പ്രസംഗമേ, ഈ ഒരു സിറ്റുവേഷനിൽ ജോ ബാരിഷ് കെ ബാരേ മേ കഹാ ഗയാ ഹെ, ഏത് മഴയെ കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത്, ആ മഴ, ഏത് മഴ? ഒരു മഴക്കാലത്തിന് മുമ്പുള്ള മഴയെന്ന് പറഞ്ഞില്ലേ, അത് ഏത് മഴയാണെന്ന് വെച്ചാൽ ബച്ചോം കെ ആൻസുവും കാ പ്രതീക് ഹെ, ശരിക്കും അവിടെ എന്താണ്? മഴയല്ല പെയ്യുന്നത്, ആ മഴയായി കഹാനിക്കാർ പറയുന്നത് കുട്ടികളുടെ കണ്ണുനീരാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അത് വെതർ, കാലാവസ്ഥയല്ല, ശരിക്കുമുള്ള ഒറിജിനൽ റെയിൻ അല്ല, അതെന്താണ്? കുട്ടികളുടെ കണ്ണുനീരാണ്. യഹാം ബേല ഔർ സാഹിൽ കാ ദുഃഖ് ബാദൽ കെ സമാൻ ഛായാ ഹുവാ ഹെ, ഇവിടെ ബേല ഔർ സാഹിൽ, ബേലയുടെയും സാഹിലിന്റെയും ദുഃഖം, അവരുടെ ദുഃഖം, അവരുടെ മനസ്സ് നിറച്ച ദുഃഖം ആണ്, അല്ലെ? ആ ദുഃഖം ബാദൽ കെ സമാൻ, മേഘങ്ങളെ പോലെ, എന്താണ്? കാർമേഘങ്ങൾ, മഴയ്ക്ക് മുമ്പ് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടൂലേ, അതുപോലെയാണ് ഇവിടെ കുട്ടികളുടെ ദുഃഖത്തെ കഹാനികാർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഏക ദൂസരെ സെ ബഹുത് ദൂർ ജാ രഹേ ഹെ, അവർ ഇത്രയും നാളെ ഒരു ട്വിൻസിനെ പോലെയാണ് അവർ നടന്നത്, അല്ലെ? ഒരു മുറിവ് പറ്റിയപ്പോൾ പോലും നാം അവരെ കണ്ടു. ഒരാൾ പറയുന്ന വരിയാണ് മറ്റൊരാൾ പറയുന്നത്, അങ്ങനെ നടന്ന കുട്ടികൾ ഏക ദൂസരെ സെ, പരസ്പരം, ബഹുത് ദൂർ ജാ രഹേ, വളരെ ദൂരത്തിലേക്ക് പോകുകയാണ്, അവർ പരസ്പരം ഇനി കാണാനിടയാകാത്ത രീതിയിൽ ദൂരേക്ക് പോകുകയാണ്. യഹ് ദുഃഖ്, ഈ ദുഃഖം, ആ പിരിയുന്ന ദുഃഖം, ആൻസു ബൻകർ, കണ്ണുനീരായി എന്ത് ചെയ്യുന്നു? ഉൻകെ ആംഖോം സെ, അവരുടെ കണ്ണുകളിൽ നിന്ന്, ബരസ് രഹി ഹെ, ഒഴുകുന്നു. ഇസേ കഹാനികാർ ബാരിഷ് സെ തുലനാ കിയാ ഹെ, ഇതിനെ നമ്മുടെ കഥാകൃത്ത് എന്ത് ചെയ്യുന്നു? മഴയോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നു, മഴയോട് തുലന ചെയ്തിരിക്കുന്നു.
എന്നാണ് നമ്മുടെ 4th ക്വസ്റ്റ്യൻ പറഞ്ഞു നിർത്തുന്നത്. अब आगे देखिए बच्चों, टेक्स्ट की ओर. ഫസ്റ്റ് എക്സസൈസ് നോക്കൂ മക്കളെ, മിലാൻ കരെ എന്ന് കാണുമ്പോൾ നമുക്കറിയാം എന്താണ്, മാച്ച് ചെയ്യാനാണ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള കാര്യം, അതുപോലെ ഇത് മാച്ച് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പവുമുണ്ട്. അവിടെ നോക്കുമ്പോൾ മക്കളെ ഫസ്റ്റ് വൺ, ഇതൊന്ന് ആദ്യം നമുക്ക് വായിക്കാം. സാഹിൽ കി ആങ്കേം ചൽത്തി ബീർ ബഹൂട്ടിയാം, സാഹിൽ കെ ആൻസോ, സാഹിൽ കി ചോട്ട്. അടുത്ത നോക്കൂ, ചലती फिरती खून की प्यारी प्यारी बूंदें, बीरबहूटी की तरह लाल, बीरबहूटी का रंग बारिश की बूंदें. അപ്പൊ സാഹിൽ കി ആങ്കേ, സാഹിലിന്റെ കണ്ണുകൾ, സാഹിലിന്റെ കണ്ണ് ആ ലാസ്റ്റ് കാണുന്ന സമയത്താണല്ലേ കണ്ണിൽ നമ്മുടെ ദുഃഖം വന്ന് കണ്ണുനീര് നിറയുമ്പോൾ, ശരിക്കും കണ്ണുനീര് നിറയുമ്പോൾ കണ്ണിന്റെ കളറ് റെഡ് കളറാവും അല്ലേ. അപ്പൊ അവിടെ പറഞ്ഞിട്ടുണ്ട് സാഹിൽ കി ആങ്കേ ബീർ ബഹൂട്ടിക്ക് തര ലാൽ, ബീർ ബഹൂട്ടികളെ പോലെ ചുവപ്പായി, കാരണം കണ്ണുനീർ നിറഞ്ഞിരിക്കുന്നു. അടുത്ത നോക്കൂ, ചൽത്തി ബീർ ബഹൂട്ടിയാം, ഇങ്ങനെ നടന്നു പോകുന്ന ബീർ ബഹൂട്ടികളെ കണ്ടപ്പോൾ എന്തായിട്ട് തോന്നി, ചൽത്തി ഫിർത്തി കൂൻകി പ്യാരി പ്യാരി ബൂന്തെ അല്ലേ, ഉരുണ്ടുരുണ്ടു പോകുന്ന രക്തത്തുള്ളികളെ പോലെയാണ് തോന്നിയത് അല്ലേ. ഇതെല്ലാം തുലനകളാണ് ഈ ഭാഗത്ത് മാച്ച് ചെയ്യാൻ തന്നിട്ടുള്ളത്. അപ്പൊ ഇത് എപ്പോഴും ഓരോന്നിന്റെയും തുലന നമ്മുടെ മാച്ച് ചെയ്യാനാണെങ്കിൽ മാച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അത് ഉണ്ടായിരിക്കണം. സാഹിൽ കെ ആൻസു, സാഹിലിന്റെ കണ്ണുനീരിനെ ഇവിടെ കഹാനികാർ എന്തായിട്ട് പറഞ്ഞു, ബാരിഷ് കി ബൂന്തെ, മഴത്തുള്ളികളായിട്ട് പറഞ്ഞു അല്ലേ. കണ്ണുകളെ ബീർ ബഹൂട്ടിക്ക് തര ലാൽ എന്ന് പറഞ്ഞു, കണ്ണുനീരിനെ ബാരിഷ് കി ബൂന്തെ. സാഹിൽ കി ചോട്ട്, സാഹിലിന്റെ കാലിലെ മുറിവ്, ഉണങ്ങിയ മുറിവിനെ എന്തായിട്ട് പറഞ്ഞു, ബീർ ബഹൂട്ടിക്ക രംഗ് അല്ലെ, ചുവപ്പ് നിറത്തിലെ ആ മുറിവിന്റെ അടയാളവും പറഞ്ഞാണ് കഹാനികാർ കഥ നിർത്തുന്നത് അല്ലേ. അപ്പൊ ഇനി നമുക്ക് അടുത്ത എക്സസൈസിലേക്ക് പോകാം. അടുത്ത എക്സസൈസ് നോക്കൂ മക്കളെ, പ്രത്യേക की तुलना किसके साथ की गई है लिखे. പ്രത്യേക की तुलना, അപ്പോൾ ഓരോന്നിന്റെയും തുലന എന്തിനോടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയാം, ആ ഒരു മാച്ച് ചെയ്യുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ അവിടെ ഉള്ളത് സാഹിൽ കി ലാൽ ആങ്കേം കി തുലന ബീർ ബഹൂട്ടി സെ കി ഗയി ഹെ അല്ലെ. മറ്റേത് ആദ്യം നാം മാച്ച് ചെയ്തിരിക്കുന്നതിന് സെന്റൻസ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. नेक्स्ट, चलती बीर बहूटियों की तुलना खून की प्यारी प्यारी बूंदों से की गई है. ओके, അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. തേർഡ് വൺ, സാഹിൽ के आंसुओं की तुलना बारिश की बूंदों से की गई है. ഓക്കെ, സെന്റൻസിന്റെ രീതിയെല്ലാം ഒരേപോലെയാണ്, ഒരേ ഫ്ലോയിലാണ് അത് പോകുന്നത്. ദെൻ ഫോർത്ത് വൺ, സാഹിൽ की चोट के रंग की तुलना बीर बहूटी के रंग से की गई है. വളരെ ഈസിയാണ്. അവിടെ ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കിത് സ്വാഭാവികമായിട്ടും സ്വന്തമായിട്ട് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ കഹാനിക്ക് ഘടനാവും കോ സൂചിബദ്ധ കരി, കഥയിൽ ഉണ്ടായ ഓരോ സംഭവങ്ങളെയും എന്ത് ചെയ്യണം, ക്രമമനുസരിച്ച് ഒന്ന് എഴുതാം. നോക്കൂ, ഫസ്റ്റ് വൺ, ആദ്യത്തെ ഘടന, गीली जमीन पर बेला और साहिल का बीरबहूटियों को खोजना. ആദ്യം നാം കാണുന്നത് നനഞ്ഞ തറയിൽ ബേലയും സാഹിലും ബീർബഹൂട്ടികളെ അന്വേഷിക്കുന്നതാണ് അല്ലേ. പിന്നെ അടുത്ത ഘടന, വീണ്ടും അടുത്ത സംഭവം ഏതാണ്, പെൺമേ സ്യാഹി പറഞ്ഞ, കുട്ടികൾ അടുത്ത ദുക്കാൻദർ ഷോപ്പിൽ ചെന്ന് മഷി നിറയ്ക്കാനായിട്ട് പോകുന്ന ആ ഒരു ഇത്. then third one, यानी तीसरा क्या है, सुरेंद्र जी मासाब का बेला के बालों पर पंजा फसाना. കുട്ടിയോട് ബേലയോട് ദേഷ്യം പെട്ടുകൊണ്ട് സുരേന്ദർ മാസ്റ്റർ ജി അവളുടെ തലമുടിയിൽ ചുറ്റിപ്പിടിക്കുന്നതാണ് അടുത്ത കാണുന്നത് അല്ലേ. പിന്നെയോ അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത കുറച്ച് ഡോട്ട്സ് ഇട്ടാണ് അടുത്ത സംഭവം. പിന്നെ ഇവിടെ പിന്നെ വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ ഉണ്ടാകുന്നതാണ്, ദീപാവലി കെ ചുട്ടി കെ ബാദ് ബേല കെ സിർ പർ സഫേദ് പട്ടി ബാന്ധേ ദേഖ്ന അല്ലേ. ശരിക്കും അല്ലേ, ദീപാവലിയുടെ അവധി കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ തലയിലുള്ള കെട്ടുമായിട്ട്. ദെൻ ഫോർത്ത് വൺ, യാനി ചൗദ, സാഹിൽ കി പിണ്ടലിമേ കേൽക്ക ചുഫ്ന അല്ലേ, സാഹിലിന്റെ കാലിലെ ആണി കയറുന്ന ആ ഒരു മുറിവാണ്. അടുത്ത നോക്കൂ, അബ് ലാസ്റ്റ് വൺ, യാനി അന്തിം പാഞ്ചവി കാ റിസൾട്ട് ആന, 5ാം ക്ലാസ്സിലെ റിസൾട്ട് വരുന്നു, അതാണ് ലാസ്റ്റ് ഘടന. अब घटनाओं के आधार पर पटकथा तैयार करें. परखें आपकी रचना में, നിങ്ങളുടെ രചനകളിൽ എന്തൊക്കെ വേണം, സ്ഥാന ഓർ സമയ ഉല്ലേഖ, സ്ഥലവും അതുപോലെ സമയവും കാണിച്ചിരിക്കണം.
पात्र पात्रों की आयु वेशभूषा चाल चलन आदि का उल्लेख है. അപ്പോ അതിൽ പാത്രം എന്ന് പറഞ്ഞാൽ അറിയാലേ, പാത്രങ്ങളൊന്നും അല്ല അല്ലേ മക്കളെ, കഥാപാത്രങ്ങളുടെ വയസ്സും അവരുടെ വേഷവിധാരണവും എല്ലാം ഓരോ കാര്യങ്ങളും അവരുടെ ഓരോ പ്രവൃത്തികളും എന്ത് ചെയ്യണം, പ്രത്യേകം എടുത്തു പറയണം. ദൃശ്യക്ക വിവരണം, ആ ദൃശ്യത്തെക്കുറിച്ചുള്ള വിവരണം വേണം. സ്വാഭാവിക ഓർ പാത്രാനുകൂൽ സംവാദ്, സ്വാഭാവികമായിരിക്കണം, തികച്ചും നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള, നമുക്ക് സാധാരണ രീതിയിലുള്ള ഒരു സംഭാഷണവും അതുപോലെ കഥാപാത്രങ്ങൾക്ക് യോജിക്കുന്നതുമായിരിക്കണം നമ്മുടെ സംവാദ് യാനി സംഭാഷണം. അപ്പൊ देखिए പട്കഥ. പട്കഥ അതിന്റെ പേര് ബീർ ബഹൂട്ടി. സീൻ 1. कस्बे से स्कूल जाने वाले रास्ते के बगल का खेत सुबह को 9 बजे गए हैं അല്ലെ, ആ സമയവും 9 മണി കഴിഞ്ഞ സമയം. खेतों से भरा इलाका, दूर दूर तक खेत दिख रहे हैं. लगभग 10-11 साल के 2 बच्चे बेला और साहिल खेत की मिट्टी में कुछ खोज रहे हैं. उनके पीठ पर बसते हैं. കുട്ടികള് വയലിൽ എന്താണ്, ആ തറയിൽ മണ്ണിൽ കുറച്ച് സെമീനിൽ എന്താണ് അന്വേഷിക്കുന്നത് നമുക്കറിയാം. എന്തോ അന്വേഷിക്കുന്നു. അവരുടെ ഷോൾഡറിൽ എന്തുണ്ട്, പീഠ് പർ മുതുകത്ത് എന്തുണ്ട്, ബാഗും ഉണ്ട്. സാഹിൽ പറയുകയാണ്, ബേല ദേഖോ ഈസ് ബീർബഹുട്ടി കാ രംഗ് തുമാരെ റിബൺ ജൈസാ ലാൽ ഹെ. ബേല നോക്കൂ, നിന്റെ റിബണിന്റെ കളറാണ് ഈ ബീർബഹുട്ടിക്ക്. സ്കൂൾ സെ ഘണ്ടി ബജനേക്ക് ആവാസ് ആത്തി ഹെ. അപ്പോഴേക്കും സ്കൂളിൽ നിന്നും ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. സാഹിൽ ഖബരാക്കർ, പെട്ടെന്ന് സാഹിൽ ആ ഒരു ഭാവമാണ് അവിടെ കാണിക്കുന്നത്. സാഹിൽ പെട്ടെന്ന് എന്താണ്, പേടിച്ചിട്ട് ഭയപ്പെട്ടുകൊണ്ട്, തുമ്നെ കുച്ച് സുനാഹേ, പെട്ടെന്ന് ഞെട്ടിയിട്ട് ചോദിക്കുവാണ്, തുമ്നെ കുച്ച്, നീ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ബേല പറഞ്ഞു, ഹാം സുന പഹലി ഖണ്ടിയിലേക്ക് ഗയി, ഫസ്റ്റ് ബെല്ല് അടിച്ചിട്ടുണ്ട്. ചലോ നെഹിൻ തോ ദേർ ഹോയി, അപ്പൊ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ദേർ ഹോ ജായേഗി, താമസിക്കും, വാ എന്ന് പറയുന്നു. സായി ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ഭർവാനി ഹെ ദുകാൻ സെ, എന്നാൽ എനിക്ക് പേനയിൽ മഷിയും നിറയ്ക്കണം കടയിൽ നിന്നും. ബേല തോ ജൽദി ആ ചലോ, പിന്നെ പെട്ടെന്ന് വരൂ. ദോനോ ബच्चे സ്കൂൾ കെ രാസ്തേക്ക് ഓർ ജാത്തെ ഹെ. 2 കുട്ടികളും എന്ത് ചെയ്യുന്നു, സ്കൂളിലെ വഴിയിലേക്ക് നടന്നു പോകുന്നു. സീൻ 2. സെക്കൻഡ് സീൻ. ഗാവ് കെ സ്റ്റേഷനറി ദുകാൻ, ഗ്രാമത്തിലെ ഒരു സ്റ്റേഷനറി കടയാണ്. സുബഹ് കെ 10 ബജേ ഹെ, രാവിലെ 10 മണി ആയിട്ടുണ്ട്. ബേല ഓർ സാഹിൽ ദുകാൻ കെ സാമനെ ഖടേ ഹെ. ബേലയും സാഹിലും ഷോപ്പിന്റെ അടുത്ത് നിൽക്കുകയാണ്. ദുകാൻദാർ ഉൻസെ കുച്ച് ബാത് കർ രഹേ ഹെ. ദുകാൻദാർ എന്ത് ചെയ്യുന്നു, അവരോട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ദുകാൻദാർ ക്യാ ചാഹിയെ, എന്താവശ്യമുണ്ട്? അപ്പൊ സാഹിൽ കലം ദിഖാക്കർ, പേന എടുത്ത് കാണിച്ചു കൊണ്ട് പറയുകയാണ്, ഇസ്മേ സ്യാഹി പർ ദീജിയെ, ഇതിൽ മഷി നിറച്ചു തരൂ. ദുകാൻദാർ ഖേദ് സെ, ദുകാൻദാർ വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞു, ബേട്ടാ സ്യാഹി കി ബോത്തൽ അഫി ഖാലി ഹോ ഗയി ഹെ. മോനെ, സ്യാഹി മഷി ഇരുന്ന മഷിയുടെ ബോട്ടിൽ ഇപ്പോൾ ഒട്ടും ആവശ്യം, ഇപ്പൊ തീർന്നതേയുള്ളൂ. അബ് തോ കൽഹി മിൽ പായെങ്കി, അപ്പൊ ഇന്നത്തെ പോലെ അന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്നൊന്നും മഷി ഒന്നും തീർന്നു കഴിഞ്ഞാൽ വേറെ ബോട്ടിലൊന്നും കാണില്ല, പഴയ കാലമാണ്, നാളെയേ ബോട്ടിൽ മഷി വരികയുള്ളൂ എന്ന് പറഞ്ഞു. ബേല ലേക്കിൻ ഇസ്നെ തോ പെൻമേം സ്യാഹി ജോ സ്യാഹി തീ ഉസേ ബി ജമീൻ പർ ചിടക് ദിയ. അപ്പോൾ ഉടനെ ബേല എന്താ പറഞ്ഞത്, അയ്യോ ഇവനാണെങ്കിൽ എന്താ ചെയ്തത്, ഇവന്റെ കയ്യിൽ പേനയുടെ അല്പം മഷി ഉണ്ടായിരുന്നു, അതവൻ കുടഞ്ഞു കളയുകയും ചെയ്തു എന്ന് പറഞ്ഞു. ദുകാൻദാർ ഹസ്തേ, ഇത് കേട്ട് ചിരിച്ചിട്ട് ദുകാൻദാർ പറഞ്ഞു, ബാദൽ കോ ദേഖക്കർ കടേ കോ നഹി ടുലാനാ ചാഹി. അച്ഛാ തും ദോനോ കോൺസി കക്ഷാമേ പഠിത്തേ ഹോ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, നമുക്ക് എന്തെങ്കിലും ലഭിക്കും. ആ ബാദലിനെ, മേഘത്തെ കണ്ടുകൊണ്ട് കയ്യിലിരിക്കുന്ന വെള്ളമൊന്നും നാം ഒഴുക്കി കളയാൻ പാടില്ല, കുടത്തിരിക്കുന്ന വെള്ളം ഒഴുക്കി കളയാൻ പാടില്ല എന്ന് പറയുന്നു. സാഹിൽ നിരാശ, എന്നിട്ട് ചോദിച്ചു, ഉടനെ കുട്ടികളോട് ഒരു സാധാരണ രീതിയിലുള്ള സംഭാഷണം ചോദിക്കുന്നു. എന്താണ്, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് മക്കളെ പഠിക്കുന്നതെന്ന്. സാഹിൽ നിരാശ് കോക്കർ, അപ്പൊ അത് പറയുമ്പോൾ വളരെ ദുഃഖത്തോടു കൂടിയാണ് സാഹിൽ പറയുന്നത്, 5ാം ക്ലാസ്സിൽ. അപ്പോൾ ദുകാൻദാർ ചോദിക്കുന്നു, എന്തോനും 2 പേരും. അപ്പോൾ ഉടനെ ബേല സന്തോഷത്തോടു കൂടി, ഖുഷിക്ക് സാത്ത്, സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഹാ ദോനോ, നമ്മൾ 2 പേര്, ഓർ ഹാം ദോനോ സെക്ഷൻ ഫി ഏക്ക് ഹേ, അതുപോലെ നമ്മുടെ ഡിവിഷനും ഒന്നാണ്, എ എന്ന ഡിവിഷൻ എന്ന് പറയും അല്ലേ. അപ്പോൾ സാഹിൽ പറഞ്ഞു, ചലോ ദേർ ഹോ രഹി ഹേ, വരൂ, നേരം താമസിക്കുന്നു എന്ന് പറഞ്ഞു. സംസാരിച്ചുകൊണ്ടിരുന്ന നേരം താമസിക്കില്ലേ എന്ന് പറഞ്ഞു. ബേല ലേക്കിൻ തേരെ പെൻമേ സ്യാഹി തോ നഹി ഹെ, എന്നാ നിന്റെ പേനയിൽ മഷിയൊന്നും ഇല്ലല്ലോ. അബ് ക്യാ കരേങ്കി, ഇനിയിപ്പോ എന്ത് ചെയ്യും, അവനേക്കാളും ടെൻഷൻ അവൾക്കാണ് അല്ലേ. അപ്പോൾ സാഹിൽ പറഞ്ഞു,
തും ചലോ മേരെ സാത്ത്, നീ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു. അല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നീ കൂടെ വന്നോളൂ. ബേല ടീക്ക് ഹേ, അവൻ പറഞ്ഞാൽ പിന്നെ ബേലയ്ക്ക് വേറെ മറുപടിയൊന്നുമില്ല. ഓക്കെ. ദോനോം ബെച്ചെ സ്കൂൾ കെ രാസ്തേക്ക് ഓർ ചലത്തെ ഹി, രണ്ട് കുട്ടികളും സ്കൂളിലേക്കുള്ള വഴിയിലേക്ക് നടന്നു നീങ്ങുന്നു. अब सीन 3, ഫുലേര കസ്ബേക്ക് ഏക്ക് ഗലി സെ ബേല और സാഹിൽ ജാ രഹേ ഹെ. അപ്പം മൂന്നാമത്തെ സീനാണ് അല്ലേ. ഫുലേര ജംഗ്ഷനിലെ ആ ഒരു തെരുവിലൂടെ കുട്ടികൾ നടന്നു പോകുന്നു. ബേല ചോദിക്കുകയാണ്, സാഹിൽ അബ് തും കഹാം പഠോഗെ. സാഹിലിനോട് ബേല ചോദിക്കുന്നു, സാഹിൽ ഇനി നീ എവിടെയാ പഠിക്കുന്നത്. സാഹിൽ തും ബതാവോ. അപ്പൊ ആദ്യം പറയും നീ തന്നെ, പാലെ തും ബതാവോ എന്നാണ്, നീ തന്നെ പറയൂ, നീ തന്നെ പറ. ബേല പറഞ്ഞു, മേരെ പാപ്പ കഹ് രഹേ ഥേ കി വ മുझे രാജകീയ കന്യാ പാഠശാല में പഠായേഗി. എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നു എന്നെ രാജകീയ കന്യാ പാഠശാലയിൽ ആക്കുമെന്നാണ്, അതായത് ഗേൾസ് ഹൈസ്കൂളിലേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാഹിൽ മുझे അഗലേ സാൽ അജ്മേർ ഭേജ് ദേംഗി, എന്നെ അടുത്ത വർഷം അജ്മേറിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. വഹാ ഏക്ക് ഹോസ്റ്റൽ ഹേ, അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. ഘർ സേ ദൂർ വഹാം അകേല രഹൂങ്ക, അവിടെ നമ്മുടെ വീടിൽ നിന്ന് വളരെ ദൂരെ ആയതുകൊണ്ട് അവിടെ തന്നെയുള്ള ഒരു ഹോസ്റ്റലിൽ എന്നെ നിർത്തും. അവിടെ ഞാൻ ഒറ്റയ്ക്ക്, അകേലാമാനെ എലോൺ, ഒറ്റയ്ക്ക് നിൽക്കും, ഒറ്റയ്ക്ക് താമസിക്കും. പർ ക്യോം സാഹിൽ, എന്നാൽ അതെന്തിനാ സാഹിൽ നിന്നെ ദൂരെ പറഞ്ഞു നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ സാഹിൽ പറഞ്ഞു, പതാ നഹീ ക്യോ, എനിക്കറിയില്ല എന്തിനാണെന്ന്. ബേല തോ യാനിക്ക് അബ് തും ഫുലേരാ മേ ഹി നഹീ രഹോഗെ. അപ്പോൾ അതായത് നീ ഒരിക്കലും ഇനി ഫുലേരയിൽ താമസിക്കില്ലെന്നാണോ. ഉടനെ സാഹിൽ നഹീം, ഇല്ല. തുമാരാ റിപ്പോർട്ട് കാർഡ് ദിഖാനാ സെര. അപ്പൊ സബ്ജക്റ്റ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവന്റെ മനസ്സിൽ വല്ലാത്ത ദുഃഖം നിറയുകയാണ്, സങ്കടം വരുന്നു. അതുകൊണ്ട് അവൻ വിഷയം മാറ്റാൻ വേണ്ടി പറഞ്ഞു, നീ നിന്റെ റിപ്പോർട്ട് കാർഡ്, പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്ന് കാണിക്കൂ എന്ന്. ബേല എഹ്ലോ എന്ന് പറഞ്ഞു, അത് കാണിക്കുന്നു. എന്നിട്ട് തുമാരാ മുച്ചേ ദേതു, നിനക്കുള്ളത് എന്നെ ഒന്ന് കാണിച്ചു തരൂ. സാഹിൽ എഹ്ലോ, ഇത് എന്ന് പറഞ്ഞ് അവൻ കൊടുക്കുകയാണ്. ദോനോം ഏക്ക് ദൂസരേക്കാ റിപ്പോർട്ട് കാർഡ് പഠിത്തേ ഹേ, ഓരോ രണ്ടുപേരും ഒരാൾ മറ്റൊരാൾക്കുള്ളതും അയാൾ മറ്റൊരാൾക്കുള്ളതും തിരിച്ചും മറിച്ചും റിപ്പോർട്ട് കാർഡ് വായിക്കുന്നു. സാഹിൽ തുമാരി ആങ്കോമേ ആൻസു ക്യോം ആ രഹേ ഹേ ബേല. അപ്പോൾ ഉടനെ സാഹിൽ ചോദിക്കുന്നു, എന്താ ബേല നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ബേല മുച്ചേക്കാ പത, എനിക്കെങ്ങനെ അറിയാം. തുമ്പി രോരഹേ ഹോ, നീയും കരയുകയാണല്ലോ. സാഹിലും പറഞ്ഞു, പതാനഹിം, എനിക്കും അറിയില്ല. ബേല അബ് ഹം കബ് മിലേങ്കെ, ഇനി നാം എന്ന് കാണും. സാഹിൽ പതാനഹിം, അതും അറിയില്ല. ബേല ഹാം, ശരിയാണ്, അവൾക്കും അറിയില്ല. മേൻ ചൽത്തി ഹും, ഞാൻ പോകുന്നു എന്ന് അവൾ പറയുകയാണ്. സാഹിൽ ഹാം മേം ഫി, ഞാനും പോകുകയാണ്. അല്ലേ. അപ്പൊ രണ്ടുപേരും അവിടെ വെച്ച് പരസ്പരം പറഞ്ഞ് പിരിയുകയാണ്. അപ്പോൾ ശരിക്കും കുട്ടികളുടെ മനസ്സ് അവരുടെ അടുത്ത് തന്നെയുണ്ട്, പക്ഷേ അവർ ഫിസിക്കലി രണ്ട് സ്ഥലത്തായി മാറുകയാണ് എന്നാണ് കഥാകാരൻ അവിടെ പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ പട്കഥ എല്ലാവരും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ देखिए अपनी किसी दोस्ती की याद पर टिप्पणी लिखें. നിങ്ങൾക്ക് ഉള്ള ഒരു എക്സസൈസാണ്, ഇതൊരു ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തിനെ കുറിച്ച് ഒരു ടിപ്പണി എഴുതുക. ഓക്കെ, അത് നിങ്ങൾ തന്നെ സ്വയം എഴുതി ശീലിക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് പലരുമായിരിക്കും. ലാസ്റ്റിൽ നോക്കും മക്കളെ, പഠേം 11 साल का लड़का जा रहा था, बैला के पाव अभी भी कांप रहे हैं, स्याही की बोतल अभी भी खाली हो गई है, പാനിക്ക് ബൂന്തെ അടക്കി ഹുയി थी. അല്ലെ, ഈ വാക്യങ്ങൾ, അതായത് ഇതിലെല്ലാം പരസർഗ യുക്തവാക്യങ്ങളാണ്. ഇതെല്ലാം പരസർഗാണ്, കാക്കേക്ക്. അല്ലേ. അപ്പോൾ ഈ പ്രത്യയങ്ങൾ, ഈ പരസർഗങ്ങൾ നിങ്ങൾ അതിൻ്റെ പ്രയോഗങ്ങൾ അത് ടീച്ചർ ഇവിടെ പറയുന്നില്ല. പറയാതിരിക്കാൻ കാരണം ഇത് ടീച്ചർ കാക്കേക്ക് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ക്ലാസ് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ഇത് എങ്ങനെ കിട്ടി എന്ന് മനസ്സിലാവും. ആ ക്ലാസ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. കാരണം കൊച്ചു കുട്ടികൾക്ക് വരെ ആ ക്ലാസ് കണ്ടിട്ട് എങ്ങനെയാണ് കാക്കേക്കിയുടെ പ്രയോഗം എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ട് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ പരസർഗ പ്രയുക്തി ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ഭാഗത്തുള്ള സെന്റൻസുകൾ ഇവിടെ എടുത്ത് എഴുതുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കാക്കേക്കിയുടെ
അതെങ്ങനെ എവിടെ കിടക്കുന്നു ക്ലാസ് എന്ന്. അപ്പോൾ അത് ടീച്ചർ ഡിസ്ക്രിപ്ഷനിൽ ടീച്ചറിൻ്റെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ നോക്കുമ്പോൾ അവിടെ ടീച്ചർ അതിൻ്റെ KK ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ടച്ച് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഡയറക്റ്റ് ആ ക്ലാസ്സിൽ എത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കുമല്ലോ മക്കളെ. അപ്പോൾ നമുക്ക് വേറെ മറ്റൊന്നും തന്നെ ഇല്ല. ഇവിടെ വെച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നോട്ട്സ് എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് മിടുക്കരായിരിക്കുമ്പോൾ അടുത്ത പാഠവുമായിട്ട് ടീച്ചർ ഉടനെ എത്തുന്നതാണ്. ഇന്നത്തെ നോട്ട്സും ക്ലാസ്സും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ പുതിയ മക്കളാരെങ്കിലും വന്നാൽ ടീച്ചർ പറഞ്ഞ് മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. നമുക്ക് ഇവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബെച്ചോ, ധന്യവാദം.